ശ്രീ മലയാറ്റൂർ രാമകൃഷ്ണൻ സർ. ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കണമെന്നൊരു മോഹം വന്നിട്ട് അദ്ദേഹം ഒടുക്കം തുടക്കം എന്നുള്ളൊരു സിനിമയുടെ ചിത്രീകരണവുമായിട്ട് ബന്ധപ്പെട്ട് പെരുമ്പാവൂർ വന്നിട്ടാണ് അതിൻ്റെ ലൊക്കേഷനിലേക്ക് പോകുന്നത്, മൂന്നാറിലേക്ക്. അങ്ങനെ അദ്ദേഹത്തോട് പോലും ചോദിക്കാതെ, വല്യച്ഛനോട് ചോദിക്കാതെ ഞാൻ നേരെ ആ സെറ്റിലേക്ക് ചെന്നു, ഒരു ബാഗും തൂക്കി സിനിമയിൽ അഭിനയിക്കാമെന്ന് വിചാരിച്ചിട്ട്. അവിടെ ചെന്ന് അന്ന് തന്നെ ചോദിച്ചു, എന്നടാ എങ്കിൽ ചോദിച്ചു. ഇല്ലേ, സിനിമയിൽ നടിக்கிறதுக்கு പഠിത്തം എവിടെ വരെ അയച്ചടാ? ഇല്ല, പ്രീ ഡിഗ്രി കഴിഞ്ഞ ഡിഗ്രി മുടിക്കാമേ ഇതൊക്കെ സിനിമ ഓർഡറാ വീട്ടിൽ എന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഓടി നേരെ പെരുമ്പാവൂർക്ക് വന്നു. അങ്ങനെ അദ്ദേഹം പോകുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് ചോദിച്ചു, ഒരു ഫോട്ടോ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ അന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു ഫോട്ടോ ഞാൻ കയ്യിൽ കൊടുത്തിട്ട് വന്നു. പിന്നീട് അതിനെക്കുറിച്ച് എനിക്ക് ഓർമ്മയില്ല. പിൽക്കാലത്ത് ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് തുഞ്ചൻ പറമ്പിൽ ഒരു വലിയ ചടങ്ങിൽ, ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് MT സാർ സ്റ്റേജിൽ ഇതേപോലെ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് ഒരു വലിയ സമ്മാനം ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് അന്ന് ഞാൻ വല്യച്ഛൻ്റെ കയ്യിൽ കൊടുത്ത, മലയാറ്റൂർ സാറിൻ്റെ കയ്യിൽ കൊടുത്ത ആ ഫോട്ടോ എനിക്ക് തിരിച്ചു തന്നു. പ്രിയപ്പെട്ട MTക്ക് എൻ്റെ അനന്തരവനാണ്, എന്തെങ്കിലും ഒരു ചാൻസ് കൊടുത്ത് സഹായിച്ചാൽ സന്തോഷം എന്ന് മലയാറ്റൂർ എന്നെഴുതിയ ഫോട്ടോ വർഷങ്ങൾക്ക് ശേഷം. എന്നിട്ട് MT സാർ എന്നോട് സോറി പറഞ്ഞു. കാരണം ഒരു ബുക്കിനകത്തായിരുന്നു ഇത്രയും വർഷം ഇതുണ്ടായിരുന്നത്. ഇപ്പോഴാണ് ഞാൻ തുറന്നു നോക്കിയപ്പോൾ കണ്ടത്. ഒരുപക്ഷെ നേരത്തെ തുറന്നു നോക്കിയിരുന്നെങ്കിൽ ജയറാമിന് ഞാനൊരു ചാൻസ് തന്നേനെ എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഒരുപാട് ഓർമ്മകളാണ്. അതേപോലെ എൻ്റെ ആദ്യത്തെ സിനിമ പത്മരാജൻ സാറിൻ്റെ മകൻ എന്നെ വീഡിയോ കാസറ്റിലൂടെ കാണിച്ച് സാറിന് ഇഷ്ടമായി. പക്ഷേ ഇതാരാണ്, എവിടെ നിന്നാണ്, എങ്ങനെയാണ് വിളിക്കേണ്ടതെന്ന് അറിയാതിരിക്കുന്ന സമയത്താണ് ഇതേ മ്യൂസിയത്തിൽ തന്നെ രാവിലെ നടക്കാനിറങ്ങിയ വല്യച്ഛനെയും പത്മനാഭൻ സാറും തമ്മിൽ കണ്ടുമുട്ടുന്നതും. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എൻ്റെ ഒരു അനന്തരവനുണ്ട്, സിനിമാ മോഹമായിട്ട് ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കുകയാണ്, എന്തെങ്കിലും പപ്പൻ എന്തെങ്കിലും ഒന്ന് കൊടുക്കുകയാണെങ്കിൽ സന്തോഷമായി എന്ന് പറഞ്ഞു. ആരാണെന്ന് ചോദിച്ചപ്പോൾ ഇതാണ് പേരെന്ന് പറഞ്ഞു. അയാളെ തന്നെയാണ് ഞാനും നോക്കിയിരിക്കുന്നത് പറഞ്ഞിട്ട് അങ്ങനെയാണ് പെരുമ്പാവൂരിലേക്ക് ആദ്യമായിട്ട് ടെലഗ്രാം വരുന്നതും ഞാൻ ഈ തിരുവനന്തപുരത്ത് എത്തുന്നതും എൻ്റെ സിനിമാ ജീവിതം തുടങ്ങുന്നതും.